അങ്ങനെ നമ്മൾ ഡേ 1 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഡേ 2 സ്റ്റാർട്ട് ചെയ്യാനാണ്. ഡേ 2യുടെ ഇച്ചിരി ഭാഗം ഡേ 1-ലുണ്ട്, അത് കാണണം. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനാണ്. നല്ല വലിയ ഇഡ്ഡലിയാണ് ഗൈസ്. അതുകൊണ്ട് രണ്ടെണ്ണമൊന്നും തിന്നാൻ പറ്റില്ല, അത്രയ്ക്ക് വലിയ ഇഡ്ഡലിയാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ കഴുകണയാണ്. ഇനി നമുക്ക് വണ്ടി കയറാനുള്ള പുറപ്പാടാണ്. നല്ല ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറി നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. അങ്ങനെ നമുക്ക് ദൂരെ വിൻഡ് മില്ല് കാണാം. അത് നല്ല രസമുണ്ട് കാണാൻ. അത് കറങ്ങുന്നൊക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ട്. അങ്ങനെ എൻ്റെ മാമി മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ ഉമ്മച്ച ചെത്തിക്കൊണ്ടിരിക്കണതാണ്. കാറിലിരുന്നപ്പോൾ അത് പഴുത്തു തുടങ്ങി. അപ്പോൾ ആ ചെത്തി ഉമ്മച്ചി മാങ്ങ ചെത്തണ സമയത്ത് നമുക്ക് ഇച്ചിരി കാഴ്ചകൾ കാണാം. ഹൈദരാബാദ് ഹൈവേ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഹൈവേയുടെ സൈഡിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായി. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി മുന്തിരി ഉണ്ടോ നോക്കാൻ. അപ്പോൾ ഇച്ചിരി മുന്തിരിയൊക്കെ ഉണ്ടായി. പിന്നെ അവിടെ ഫോട്ടോ എടുക്കലായി, വീഡിയോ എടുക്കലായി. അങ്ങനെ എൻ്റെ വാപ്പച്ചിയുടെ സിനിമാറ്റിക് അഭിനയമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബാക്കി മാങ്ങയും കൂടി ഉണ്ടായി എൻ്റെ മാമിയുടെ കയ്യിൽ. അപ്പോൾ അത് ചെത്തി കഴിച്ചുകൊണ്ടിരിക്കണയാണ്. നല്ല പഴുത്ത മാങ്ങയായിരുന്നു. മുന്തിരിത്തോട്ടത്തിൻ്റെ സൈഡിൽ തന്നെയാണ് ഞങ്ങൾ ഇത് തിന്നുകൊണ്ടിരിക്കണത്. അങ്ങനെ നമ്മൾ മാങ്ങ കഴിച്ചുകൊണ്ട് ഇരുന്ന് മാങ്ങ കഴിഞ്ഞ് പിന്നെ again we start traveling. Rated X. That means you're extra. അങ്ങനെ നമ്മൾ സൈഡിൽ പനിങ്കരിക്ക് കണ്ടപ്പോൾ നമ്മളൊന്ന് നിർത്തി പനിങ്കരിക്ക് മേടിക്കാൻ. എന്നിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്.
അങ്ങനെ നമ്മ ഉച്ചക്കലത്തെ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ബിരിയാണിയും ഹൈദരാബാദി ബിരിയാണിയും റൊട്ടിയും കടായി ആണ് പറഞ്ഞേക്കണത്. പിന്നെ എക്സ്ട്രാ മുട്ടയും ചമ്മന്തിയൊക്കെ ഉണ്ട്. ബിരിയാണിക്ക് ഭയങ്കര എരിവാണ്. ഭയങ്കര എരിവ് പറഞ്ഞാൽ ഭയങ്കര എരിവ്. മാമാടെ വണ്ടി ഫോർച്യൂണർ വഴി തെറ്റിപ്പോയി. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ മാമ ഇപ്പം ഇല്ല. ഞങ്ങളുടെ ഫാമിലിയും ജിനി കൊച്ചാടെ ഫാമിലിയും ആണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മാമാടെ ഫാമിലി വന്ന റൂട്ടിൽ കഴിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫുഡും വെള്ളം കുടിച്ച് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. അങ്ങനെ ടോള് കഴിഞ്ഞ് അപ്പം എല്ലാവർക്കും റിലാക്സ് ആവാൻ വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കണതാണ്. അടുത്തത് എങ്ങോട്ടാ പോകണ്ടേന്നും പറഞ്ഞ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണതാണ്. അങ്ങനെ ഷംസാബാദിലോട്ട് ഏതാണ്ട് 1 മണിക്കൂറേ ഉള്ളൂ. നമ്മൾ ഷംസാബാദിൽ റൂം എടുക്കാന്നാണ് വിചാരിച്ചിരിക്കണത്. ഇതാണ് നമ്മുടെ 1ാമത്തെ വണ്ടി, ഫോർച്യൂണർ. അത് മാമാടെ വണ്ടിയാണ്. ഇതായിരുന്നു നേരത്തെ വഴി തെറ്റിയ വണ്ടി. എന്നിട്ട് വീണ്ടും ജോയിൻ ചെയ്ത് എന്നിട്ട് പോകാൻ പോണെയാണ്. എൻ്റെ മാമ തംസപ്പൊക്കെ തന്നെ ഉണ്ട്. പിന്നെ അടുത്ത വണ്ടിയാണ് ബ്രസ, ജിനി കൊച്ചാടെ വണ്ടിയാണത്. പ്രേമലൂരിൽ മെൻഷൻ ചെയ്ത ബാവർച്ചിയിൽ ഞങ്ങൾ ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ വന്നേക്കണെയാണ്. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റൂം റെഡിയാക്കാൻ പോയ വാപ്പിച്ചും ജിനി കൊച്ചായും ജോയിൻ ചെയ്തത്. അങ്ങനെ അവർ പോയി റൂം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് കിടന്നാൽ മതി. ഫോണ് ചാർജ് ഇല്ലാത്തത് കൊണ്ട് അടുത്ത വീഡിയോയിൽ ഇടാം ഈ ഹോട്ടൽസിനുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോസ് ഫോളോ ചെയ്യണം, കാണണം. ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. Day 1 കാണാത്തവർ കാണണം, ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്.